നോട്ട്സിലും നോട്ട്സും ഇവിടെ ഗോത്രൂ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ നോട്ട്സ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്, അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. പിന്നെ വേറെ നോട്ട്സിന് പാർട്ടിസിപ്പൻസിനോട് പറയാനുള്ളത്, വേറെ നോട്ട്സിലേക്ക് ഞാൻ നോട്ട്സ് അന്വേഷിച്ച് പോകുന്നതിനേക്കാളും ട്രൈ ടു സോൾവ് ആസ് മച്ച് as പി വൈ ക്യൂസ് ഒന്ന് നോട്ട് ഉണ്ടാക്കാൻ നോക്കുക. അല്ലാണ്ട് സ്ട്രക്ചേർഡ് വേയിലേക്ക് ജസ്റ്റ് ഒരു സ്ട്രക്ചറിങ് വേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് കണ്ടന്റ് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള നിങ്ങൾ ആസ് മച്ച് ആസ് പി വൈ ക്യൂസ് നോട്ട് ഉണ്ടാക്കാൻ നോക്കുക. കാരണം അവിടുന്നാണ് ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. സോ നമ്മൾക്ക് ലാസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് നിർത്തിയത്. നമുക്കൊരു ക്വസ്റ്റ്യന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോറി, സ്ലൈഡ് ഞാൻ വിചാരിക്കാത്ത പോലെ മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് എന്നത്തെയും പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കാണ്. ഓക്കെ, ഒരു ആൻസർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവര് ആക്ച്വലി നിങ്ങൾ ഒരു സെഷനിൽ എത്ര ക്വസ്റ്റ്യൻസ്, അയ്യോ ഈ ക്വസ്റ്റ്യൻ നമ്പർ നോക്കണ്ട, ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാനുണ്ടാവും. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടെന്ന്. അതിലൊരു അനാലിസിസ് നടത്തുക, എത്ര എണ്ണം ശരിയാവുന്നുണ്ട്, എത്ര എണ്ണം തെറ്റാവുന്നുണ്ട്, എത്ര എണ്ണം നിങ്ങൾ കറക്കി കുത്തിയിട്ട് അത് ശരിയാവുന്നുണ്ട്, എത്രത്തോളം ലൈക്ക് റാൻഡം ആയിട്ട് ശരിയാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് അനാലിസിസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക, എണ്ണം. ജസ്റ്റ് നിങ്ങൾ ഒരാൾ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ബി ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആൻസർ ഡി ആണ്. ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയാം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇത് മാത്രം, അത്രയൊരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മതി നമുക്ക് ഇത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സ്റ്റാറ്റസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നതാണ് ചോദിക്കുന്നത്. സോ സ്റ്റാറ്റസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, പോളിസി ഡീവിയേഷൻ, എത്തിക്കൽ പ്രജുഡിസസ്, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം റിലേറ്റഡ് ടു സോഷ്യോ ഇമോഷണൽ കൺസേൺ. ഇതിൽ നിങ്ങൾക്ക് നമ്മൾക്കിപ്പോ ഒന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ നോക്കുക. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ ഒരു നോർമൽ ലെയ്മാൻ കോൺസെപ്റ്റില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് നോക്കുക. അതായത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്താൻ വേണ്ടിയിട്ട്. സോ പോളിസി ഡീവിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന് ലൈക്ക് നല്ലതാണോ, അതൊരു പോസിറ്റീവ് കാര്യമാണോ എന്ന് നമ്മൾ ആലോചിക്കുക. അല്ല, നമ്മൾ പോളിസി ഡീവിയേറ്റ് ചെയ്യാണ്ട് നോക്കലാണ് നമ്മുടെ പണി. അപ്പൊ മെയിൻറ്റെയിനിങ് പോളിസി ഡീവിയേഷൻ മീൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് പോളിസി ഡീവിയേഷൻ. സോ അത് ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആണ്. സോ ആൻസർ ബി നമുക്ക് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എത്നിക് പ്രജുഡിസസ് എന്ന് പറയുന്നത് തന്നെ മുൻധാരണ എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ യൂസ് ചെയ്യുക. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ ഒരു നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പോസിറ്റീവ് ആസ്പെക്ട്സിൽ നോക്കുന്ന സമയത്ത് അതൊരിക്കലും ഒരാളും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കില്ല. നമ്മൾ വളരെ ബേസിക് ആയിട്ട് ജനറൽ ആയിട്ട് ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമല്ല. നമ്മൾ എങ്ങനെയാണ് അത് ആലോചിക്കുക വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ എടുക്കുക, ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോ ആ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന് നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇക്വിലിബ്രിയം റിലേറ്റഡ് ടു സോഷ്യോ ഇമോഷണൽ കൺസേൺസ്. അതായത് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ സോഷ്യോ ഇമോഷണൽ കൺസേൺസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക്, എക്സ്ക്യൂസ് മീ, ആരുടെയോ വീഡിയോ ആണ്. ഓക്കെ, എന്താണ് ഇക്വിലിബ്രിയം. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സോറി, സോഷ്യോ ഇമോഷണൽ കൺസേൺസ് ഓഫ് എംപ്ലോയീസ് ശരിയായിട്ട് അഡ്രസ് ചെയ്തത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളത് ഒരു ഓർഗനൈസേഷന്റെ ആവശ്യമാണെന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്തിട്ട്
അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, നമുക്ക് എടുക്കാൻ പറ്റും. ഐ ഹോപ്പ് ഞാൻ എൻ്റെ നമ്മളൊരു തോട്ട് പ്രോസസ്, ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ പോകേണ്ട ഒരു തോട്ട് പ്രോസസ് ആണ് ഞാൻ പറയുന്നത്. ഡയറക്റ്റ് ആൻസർ പറഞ്ഞു പോയാൽ മതി, പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഗസ് വർക്ക് കുറച്ചും കൂടെ ശരിയാക്കാൻ പറ്റും. സോ ഇങ്ങനെ ആലോചിക്കുക ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇത് പറയുന്നത് ഒരു ടോപ്പ് മാനേജ്മെന്റ് പോളിസി ഡീവിയേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴോ നമ്മൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് ആലോചിക്കുക അത് തന്നെയായിരിക്കും ഇവർക്കും നമ്മളും ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാം. ഞാൻ കുറച്ചും കൂടി എന്താ പറയാ ഭയങ്കര വലിച്ചു നീട്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണെന്ന് അറിയാം, ഞാൻ ആ ഒരു തോട്ട് പ്രോസസ്സ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സോ നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നത്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പഠിച്ചു. അതിൽ കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് പഠിച്ചു. പ്രോസസ്സിൽ എന്തൊക്കെ ടേംസ് ഉണ്ട് എന്ന് പഠിച്ചു. അതായത് സെൻഡർ റിസീവർ എന്ന് പറഞ്ഞിട്ട് രണ്ട് എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകും. അതായത് മെസ്സേജ് ചെയ്യും, അത് എൻകോഡ് ചെയ്യും, അത് ചാനലിലൂടെ ഫോർവേഡ് ചെയ്യും, അത് റിസീവർ ഡീകോഡ് ചെയ്യും, റിസീവർ അതിന് ഫീഡ്ബാക്ക് തരും. അതിന്റെ ഇടയിൽ ഒരു നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചു. ടൈപ്പ് ഓഫ് നോയ്സ് എന്താണെന്ന് പഠിച്ചു. ടൈപ്പ് ഓഫ് നോയ്സിൽ 4 തരത്തിലുണ്ട്: ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, വേറെന്തായിരുന്നു, സെമാൻറ്റിക് ആൻഡ് വൺ മോർ, ഫിസിക്കൽ. സോ ഇത് പഠിച്ചു. അതിനുശേഷം നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പൊ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് റിലേഷൻഷിപ്പ് ബേസ്ഡ്. PPT എല്ലാവരെയും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് ബാക്കിലേക്ക് പോവാത്തത്. സോ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ ഡയാഡിക് എന്താ, ഇന്റർപേഴ്സണൽ ഓർ ഡയാഡിക്, ഇൻട്രാപേഴ്സണൽ എന്താണ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, മാസ് ഓർ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നായി. ഇനി സെക്കൻഡ് വൺ ആണ് വരുന്നത് ബേസ്ഡ് ഓൺ ചാനൽ. അതായത് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് വരുന്നത് വെർബൽ ആൻഡ് നോൺ വെർബൽ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വിഷ്വലും, ഇതിന്റെ ഒരു അണ്ടറിൽ തന്നെ വിഷ്വലും വരും. അത് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയാ ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. ചില മെറ്റീരിയൽസിൽ നിങ്ങൾ അങ്ങനെയും കാണാൻ പറ്റും. അത് മനസ്സിലാക്കി വെക്കുക. അത് അത്ര ടഫുള്ള കൺസെപ്റ്റ് ഒന്നും അല്ല. അതുകൊണ്ടാണ് വെർബലും നോൺ വെർബലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വെർബൽ നോൺ വെർബലിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് എന്താ പറയാ നമുക്ക് പുതുതായിട്ടുള്ള കൺസെപ്റ്റ് വരുന്നത് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. അതായത് ബേസ്ഡ് ഓൺ ചാനൽ കമ്മ്യൂണിക്കേഷൻ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ. അത് ഫർദർ വെർബലിന്റെ അണ്ടറിൽ ഓറൽ, റിട്ടൺ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ് ഓറലും റിട്ടേണും ഉണ്ട് എന്നുള്ളത്. ഓറൽ എന്താണെന്നും റിട്ടേൺ എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഓറൽ എന്ന് പറയുന്നത് വേർഡ്സ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഓറലി, ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ്. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഓറൽ വരികയാണ്. അത് നമ്മൾ പറയുന്നത് കോൺവെർസേഷൻ, സ്പീച്ച്, വീഡിയോ കോൾസ്, മീറ്റിംഗ്സ്. അതിലൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. അടുത്തത് റിട്ടേൺ വരുന്ന സമയത്ത് നമ്മൾ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇമെയിൽസ്, ലെറ്റേഴ്സ്, മെസ്സേജ്, റിപ്പോർട്ട്സ് ആൻഡ് എവറിത്തിങ്. റിപ്പോർട്ട്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് കാണുന്നില്ല, സോറി. സോ ഇത് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത്. ഇതിന്റെ അണ്ടറിൽ ചിലപ്പോൾ വിഷ്വൽ വരാം. വിഷ്വൽ എന്ന് പറയുന്നത് കണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇതിൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മെയിൻലി എക്സാമിന് ഫോക്കസ് ചെയ്യുന്നത്, അതായത് നമുക്ക് എക്സാമിന് പണി കിട്ടാൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഓക്കെ ഏരിയ എന്ന് പറയുന്നത് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ ഈ പറയുന്ന പേരുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ആദ്യമായി കേൾക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ വരുന്ന കാറ്റഗറീസിൽ ഈ ഒരു എന്താണ് 1, 2, എത്ര ഉണ്ട്, 6, സോറി 3, 6, 9, 10 കൂടുതൽ ഈ കാറ്റഗറീസ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതിൽ എന്താണ്, അതായത് ഈ പാരാലിംഗ്വിസ്റ്റിക്സ് എന്താണ് മീൻ ചെയ്യുന്നത്, അത്ര ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. അറിയാത്തവർ ബൈ ഹാർട്ട് പഠിക്കണം എന്നില്ല. ഇതിന്റെ ടേം വെച്ചിട്ട്, അതായത് ആ ഒരു വേർഡ് മീനിങ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് പാരാലിംഗ്വിസ്റ്റിക്സ്. പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സംസാരിക്കുന്നതിലുള്ള, നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ പിച്ച്, നമ്മൾ ഈ സൗണ്ടിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് കൂടും. അപ്പൊ സൗണ്ട് ഓട്ടോമാറ്റിക്കലി കൂടുന്ന സമയത്ത് അതൊരു ദേഷ്യത്തോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത് നമ്മൾ എന്താണ്
അതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റിസീവർക്ക് കൊടുക്കുന്ന ഒരു ക്യൂ ആണത്. സോ ഈ പാരാലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ടോൺ, വേരിയേഷൻ ഇൻ പിച്ച്, സ്പീഡ്, വോളിയം ആൻഡ് പോസസ്. അതായത് ഈ സൗണ്ടിലൂടെ നമ്മൾ എന്തൊക്കെ വേരിയേഷൻ വെച്ച് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിനെയാണ് പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ, ടോൺ ചേഞ്ചസ്, ഹെസിറ്റേഷൻസ്, ഫാസ്റ്റ് ഓർ സ്ലോ സ്പീക്കിംഗ്, ഇതൊക്കെ എന്തിൽ വരും? പാരാലിംഗ്വിസ്റ്റിക്സിൽ വരും. ഈ വേർഡ് മാത്രം ഇപ്പൊ നിങ്ങൾ ഇതൊന്നും അറിയാണ്ട് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര ഈസി അല്ല. അത് അത് ഒരു ആ പാരാലിംഗ്വിസ്റ്റിക് എന്നുള്ള ഒരു വേർഡ് ഒരു മീനിങ്ങിലേക്ക് അസോസിയേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ. സോ നമ്മളത് ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്ത് വെക്കുക. പാരാലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് സൗണ്ട് ആണ് എന്നുള്ളത് ഫീഡ് ചെയ്ത് വെക്കുക, നമ്മൾ പഠിക്കുക. അതിന് പുറമെ ഞാനൊരു മുന്നേ ഇത് ഔട്ട് ഓഫ് ടോപ്പിക്കിൽ ഒരു കാര്യം പറയാണ്. ഞാൻ ഈ PPT ഭയങ്കര എന്താ പറയാ കണ്ടന്റ് ആക്കി വെച്ചിട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒറ്റൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് റിവൈസ് ചെയ്യാൻ പാകത്തിലാണ് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ നോട്ട് ഉണ്ടാക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്യാവശ്യം സ്പേസിംഗ് ഒക്കെ വിട്ടിട്ട് നോട്ട് നിങ്ങൾ സെപ്പറേറ്റ് തയ്യാറാക്കി വെക്കുന്നതായിരിക്കും ഒരു നല്ലത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഒറ്റ പേജിൽ ഞാൻ ഇങ്ങനെ ആക്കി വെക്കുന്നത്. ഓക്കെ, സോറി. അപ്പോ പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് ഓർത്ത് വെക്കുക, പിച്ച്, നമ്മൾ സൗണ്ടിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. രണ്ടാമത്തത് കൈനസിസ്. കൈനസിസ് നമ്മൾക്ക് ടേം വെച്ച് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. കൈനസിസ് എന്ന് പറയുന്നത് കൈനറ്റിക് എന്ന് വെച്ചാൽ മൂവ്മെന്റ്, കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്തുള്ള എനർജി എന്നുള്ള നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച ആ ഒരു വേർഡ് മീനിങ് അസോസിയേറ്റ് ചെയ്യുക. കൈനസിസ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. സോ എന്തൊക്കെയാണ്? ജെസ്റ്റേഴ്സ്, പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ മൂവ്മെന്റ്, ഇതൊക്കെ വെച്ചിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കൈനസിസ് എന്ന് പറയുന്നത്. ജസ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ, ഞാൻ ഇങ്ങനെ കൈ ഉപയോഗിക്കുന്നുണ്ട്, എന്റെ തല അനങ്ങുന്നുണ്ട്, കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, കണ്ണിന്റെ മാത്രമുള്ള മൂവ്മെന്റ് വേറൊന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ചില ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നെർവസ് ആണെങ്കിൽ അവരുടെ കാലും കൈയും ഭയങ്കരത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റിലെ ആൾക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആള് നെർവസ് ആണെന്നുള്ളത്. സോ അങ്ങനത്തെ ഉള്ള കമ്മ്യൂണിക്കേഷനെയാണ് കൈനസിസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് വരുന്നത് ഹാപ്റ്റിക്സ്. ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ടച്ച്. എഗെയിൻ ഈ വേർഡ് എനിക്ക് ഫോർ മീ അതൊരു പുതിയ വേർഡ് ആയിരുന്നു. അത് എനിക്ക് ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത് ടച്ച് ആയിട്ട് എനിക്ക് ലൈക്ക് ജനറൽ വേർഡ് മീനിങ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അത് പഠിക്കുക. ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ടച്ച് ആണെന്നുള്ളത്. അതായത് ഹാൻഡ് ഷേക്കിംഗ്, ഹഗ്സ്, പിന്നെ ഈ പറയുന്ന പോലെ ടാപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഒരാൾ വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഒന്നും സംസാരിക്കാണ്ട് നമ്മൾ വെറുതെ ഒരു പാറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് അതിനർത്ഥം? നമ്മൾ അവരെ എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. സോ അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് തട്ടുന്നത് എന്നുള്ളത്. സോ അങ്ങനത്തെ രീതിയിലുള്ള ടച്ച് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്താ ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് പ്രോക്സിമിക്സ്. പ്രോക്സിമിക്സ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സ്പേഷ്യൽ ആൻഡ് ഫിസിക്കൽ ഡിസ്റ്റൻസ്. അതായത് പ്രോക്സിമിറ്റി കണക്ട് ചെയ്യുക, ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് എന്താ? ദൂരം. നമ്മൾ ആൾക്കാർ തമ്മിലുള്ള ദൂരം എങ്ങനെ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സിനിമകളിൽ കണ്ടില്ലേ, വില്ലൻ ഈ പറയുന്ന വില്ലൻ ആന്റഗോണിസ്റ്റുകൾ വന്നിട്ട് നമ്മള് പേടിപ്പിക്കുന്ന സമയത്ത് അവർ അടുത്ത് വന്ന് നിങ്ങളെ പേടിപ്പിക്കുന്നില്ലേ? ആ ഒരു ദൂരം തന്നെ, ആൾക്കാർ തമ്മിലുള്ള ദൂരം തന്നെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഒരാൾ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ കണ്ണിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് നോർമൽ മീനിങ്ങിനേക്കാളും വേറെന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ പ്രോക്സിമിറ്റി കൊണ്ട്, യൂസ് ഓഫ് സ്പേസ് ആൻഡ് ഫിസിക്കൽ ഡിസ്റ്റൻസ് കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. പ്രോക്സിമിക്സ് നമ്മൾ പ്രോക്സിമിറ്റി ആയിട്ട് വേർഡ് മീനിങ് കണക്ട് ചെയ്യുക. അപ്പോൾ മനസ്സിലാവുമല്ലോ, പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ദൂരത്ത് നിൽക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ ഓർത്തു വെക്കുക. അടുത്തതും ഈസിയാണ്, ക്രോണമിക്സ്. ക്രോണമിക്സ് എന്ന് പറയുന്നത് യൂസ് ഓഫ് എന്താണ് പെർസെപ്ഷൻ ഓഫ് ടൈം ഇൻ കമ്മ്യൂണിക്കേഷൻ. ക്രോണോളജി നമ്മൾ കേട്ടിട്ടില്ലേ, ക്രോണോളജിക്കൽ ഓർഡർ, ക്രോണോളജി. സോ ക്രോണമിക്സ് എന്ന് പറയുന്നത് ടൈം, എത്ര ടൈം എടുക്കുന്നു എന്നുള്ളത്. അത് നമ്മള് ഈ ചില ആൾക്കാരോട് നമ്മളിപ്പോ വാട്സപ്പ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടാണ്, അയാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം കാണിക്കുക എന്ന് പറയുന്നത് നമ്മൾ റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നത് ടൈം എടുത്തുകൊണ്ടിരിക്കുക, ടൈം എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നില്ലേ. സോ ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ ടൈം ലാഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരാൾക്ക് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കില്ല ആള് ഡെസ്പറേറ്റ് ആണെന്ന് വിചാരിക്കില്ലേ, ദാറ്റ്സ് എ വേ ഓഫ് അതൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അതാണ് ക്രോണമിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒക്കുലിസിക്സ് എന്ന് പറയുന്നത്
ഇത് ഐ മൂവ്മെന്റ്, ഐ ബിഹേവിയർ ഇൻക്ലൂഡിങ് കോണ്ടാക്ട് ആൻഡ് ഗേസ്, ഇത് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഐ കോണ്ടാക്ട്, സ്റ്റെയറിങ്. നമ്മൾ ഒരാളെ കുറെ നേരം തുറിച്ചു നോക്കുക എന്ന് പറയില്ലേ? 14 സെക്കൻഡ് ഒരാളെ തുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേസ് ആവുക എന്ന് പറയുന്നില്ലേ? സോ ആ 14 സെക്കൻഡ് എന്ന് പറയുന്നത്, ഒരു തുറിച്ചു നോട്ടം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല. ഞാൻ നിങ്ങളെ കംഫർട്ടബിൾ വേയിലല്ല നോക്കുന്നതെന്നുള്ളത് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു തരം കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അതാണ് ആഹ് എന്താ ഒക്കുലസിക്സ് എന്ന് പറയുന്നത്. ഒക്കുലസിക്സ് ഇതുപോലെ തന്നെ പർട്ടിക്കുലർ വേർഡ് ആണ്, നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. സോ അങ്ങനെ നമ്മൾ അധികം കേൾക്കാത്ത വേർഡുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് അത് പഠിക്കാൻ നോക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വേർഡ് മീനിങ് അസോസിയേറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാം അങ്ങ് ബഹാട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ കണക്ട് ചെയ്യാം. ക്രൊമാറ്റിക്സ് എന്ന് പറയുന്നത്, ക്രൊമാറ്റിക് ക്രൊമാറ്റിക് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താണ്? കളർ, റിലേറ്റഡ് ടു കളർ. സോ ക്രൊമാറ്റിക് എന്ന് പറയുന്നത് യൂസ് ഓഫ് കളർ ടു കൺവേ ഇമോഷൻസ് ഓർ സിംബോളിസം. അത് നമ്മൾ റെഡ്, ഡേഞ്ചർ എന്ന് പറയുന്നത് ഇപ്പോ നമ്മളിങ്ങനെ വാണിംഗ് കൊടുക്കൂലേ? റെഡ് അലേർട്ട് കൊടുക്കുക. അലേർട്ട്, റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ അത് മാക്സിമം ലൈക്ക് ഏറ്റവും ഡേഞ്ചർ. ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാൾ കുറവ്, യെല്ലോ. സോ ഓരോ കളറും ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്, അതാണ് ക്രൊമാറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് അതർ ദാൻ ദിസ്, അപ്പിയറൻസ്. അതായത് ഞാൻ എങ്ങനെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യില്ലേ ഡ്രസ്സ് വെച്ചിട്ട്, നമ്മുടെ അവരുടെ എന്താ പറയാ ഷൂസ് ഒക്കെ ഇടുന്ന കാര്യങ്ങൾ വെച്ച്, അതായത് മൊത്തത്തിലുള്ള എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ചിട്ട്, ഫിസിക്കൽ അപ്പിയറൻസ് ഇൻക്ലൂഡിങ് ഡ്രസ്, ഗ്രൂമിങ്, ആക്സസറീസ് വെച്ചിട്ട് നമ്മൾ ഒരാളായിട്ട് ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ അയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മോഡുലേറ്റ്, അതായത് ഇപ്പൊ നമ്മൾ ഒരാൾ ഹൈ ബ്രാൻഡഡ് ആയിട്ടൊക്കെ വസ്ത്രം ധരിച്ച് ഭയങ്കര ഒരു ഹൈ പ്രൊഫൈലും ഉള്ള ഒരു പുറത്തേക്കൊന്ന് എന്താ പറയാ കാണിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മോഡുലേഷൻ വരുന്ന, ലൈക്ക് നമ്മൾ സംസാരിക്കുന്ന ടോൺ മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അതാണ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഐക്കോണിക്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി യൂസ് ഓഫ് സിംബൽസ് ഓർ ഐക്കോൺ ടു റെപ്രസെന്റ് മീനിങ്സ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇമോജീസ്, ബ്രാൻഡ് ലോഗോ. ബ്രാൻഡ് ചില ലോഗോ, പിന്നെ ബ്രാൻഡ് ഹൈ പ്രൊഫൈലുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് ലോഗോ വെച്ച് മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിൽ ഒതന്റിസിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഐക്കോണിക്സ് എന്ന് പറയുന്നത്. ഓൾ ഫാക്ടറി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ സെൻഡ് ഓർ സ്മെൽ. ഇത്രയും ഞാൻ ഇതിന്റെ എക്സാമ്പിൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടതാണ്. നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡ് പോവുക. ഈ ഒരു പത്താണെന്ന് തോന്നുന്നു, 10ൽ കൂടുതലുണ്ട്. ആ ഒരു ഇത് നമ്മൾ നോക്കുക. ഞാൻ സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ. ഞാൻ നമ്മൾക്ക് വിത്തിൻ 5 സെഷൻ കണ്ടന്റ് തീർക്കേണ്ടത് കൊണ്ട് കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. അതെന്തെങ്കിലും തരത്തിൽ സ്പീഡ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. സോ ഇതൊന്ന് ഇതിൽ അറിയാത്ത വേർഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കി അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് അതിനനുസരിച്ചുള്ള വേർഡ് മീനിങ്ങിലേക്ക് അസോസിയേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കമ്മ്യൂണിക്കേഷനിലെ വെർബലിനെക്കാളും കൂടുതൽ ആൾക്കാർ ലൈക്ക് UGC നെറ്റ് ഫോക്കസ് ചെയ്യുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. സോ അപ്പൊ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, അടുത്ത ടൈപ്പ് ഓഫ് കാറ്റഗറിയിലേക്ക് പോവാം. അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൽ നോൺ വെർബലില് ഈ പറയുന്ന ഡിഫറെന്റ് മീനിങ് ഓരോ എന്നും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഈ സ്ലൈഡിലുള്ള ലേണിംഗ് നിങ്ങൾ നോക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കൂ. കുറച്ച് ഒരു എന്താ പറയാ അഞ്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ എലിമിനേഷൻ സ്ട്രാറ്റജി നോക്കുക ആദ്യം തന്നെ. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും.
12 പേരുണ്ട്. അതില് 10 പാർട്ടിസിപ്പൻസ് മിനിമം ഉണ്ട്. ഓക്കെ ഓക്കെ, കമ്മിങ് 3 ആള്. ബാക്കി ഇനിയും 7 ആള് ബാക്കിയുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്യൂ, നിങ്ങൾ ഒരു ഇതൊന്നും ഇല്ലല്ലോ, ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഇവിടെ. ഓക്കെ, 4 റെസ്പോൺസ് വന്നു. നമുക്ക് നോക്കാം. ഓക്കെ, എവ്രി വൺ സി. സി ആണ് ആൻസർ പറയുന്നത്. ഓക്കെ, ഗുഡ്. ഒബ്വിയസ്ലി ആൻസർ സി ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും നമുക്ക് ആ വേർഡ് വെച്ചിട്ട്, ഇതിപ്പോ ഞാൻ ഈ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഓഫ് കൈനസിസ്, എ ടൈപ്പ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ്? കൈനസിസ് ഡസ് നോട്ട് കൺവേ എനി മീനിങ്. സി, ആദ്യം തന്നെ നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് എ ടൈപ്പ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ തന്നെ അപ്പൊ പിന്നെ അത് ഒരു മീനിങ്ങും കൺവേ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺവേ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. സോ അപ്പൊ തന്നെ നമ്മൾ എ എലിമിനേറ്റ് ചെയ്യുക. എ അങ്ങനെ ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്തു. ഡിയും പോയി, ഓപ്ഷൻ ബി. പിന്നെ ഉള്ളത് ബി ആൻഡ് സി ആണ് ആൻസർ. അതിൽ നോക്കുക. അടുത്തതും, കൈനസിസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ സോഷ്യൽ സിസ്റ്റം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി കൾച്ചറലി എന്താ പറയുക ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാലും ബി ആൻസർ എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് തന്നെ, അതായത് വിത്തിൻ ആദ്യത്തെ 2 ആൻസർ എന്താ പറയാ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആൻസറിൽ എത്തി, സി. അപ്പൊ നമ്മൾ ബാക്കി അധികം വായിച്ചു നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷെ ഒന്ന് കൺഫേം ചെയ്യുക എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ കൺഫേം ചെയ്യാണ്ടിരിക്കരുത്. ജസ്റ്റ് വായിച്ചു നോക്കുക അതൊക്കെ ശരിയാണോ എന്നുള്ളത്. അതൊക്കെ മോസ്റ്റ്ലി ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആൻസർ സി അങ്ങ് കുത്തുക. ഈ പറയുന്നത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ച്, അതായത് എ തൊട്ട് ഓപ്ഷൻസ് എ തൊട്ട് ഇ വരെയുള്ള ഓപ്ഷൻസ് വായിച്ചിട്ട് നിങ്ങൾ ഈ 4 ഓപ്ഷൻസ് നോക്കി നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 1.5 മിനിറ്റ് പോകും. നിങ്ങൾ ഇപ്പൊ ഈ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടൈം സേവ് ചെയ്യും. വിത്തിൻ 30 സെക്കൻഡ് നിങ്ങൾക്ക് ആൻസറിൽ എത്തും. പിന്നെ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ബാക്കി ഓപ്ഷൻസും കൂടെ വായിച്ചാൽ മതി. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 45 സെക്കൻഡിൽ ആൻസർ കിട്ടും. 150 ക്വസ്റ്റ്യൻ 3 മണിക്കൂറിൽ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് മാത്തമാറ്റിക്കൽ സാധനങ്ങൾ, അത് വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ ആ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ടേബിൾ, അത് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ആൻസർ കിട്ടുകയില്ല. ചില സമയത്ത് ആ ക്വസ്റ്റ്യൻസ് തെറ്റായിരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഫസ്റ്റ് UGC നെറ്റിന്റെ ആ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി അവര് എന്ത് ചെയ്തു, കളഞ്ഞു. അത് തെറ്റായിരുന്നു, ആ ടേബിൾ തെറ്റായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൈം പോകും. ആ ടൈം, കളഞ്ഞ ടൈം നമ്മൾ മേക്ക് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെയാണ്. പിന്നെ ഇതൊരു പേഴ്സണൽ സജഷൻ ആണ്. ലൈക് ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ മാത്സ് പ്രോബ്ലത്തിലേക്ക് പോവാറില്ല. എന്ന് വെച്ചാൽ മെയിൻ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ഒരു ടേബിൾ നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ടത്, അത് സ്കിപ്പ് ചെയ്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അതെങ്ങാനും ടഫ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് അങ്ങ് തളരും. അയ്യോ, ആദ്യത്തെ 5 ക്വസ്റ്റ്യനും കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു പേടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ അത് അഫക്ട് ചെയ്യും. സോ ലൈക്ക് ഇത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഫസ്റ്റ് 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നൊന്ന് ട്രാക്കിലേക്ക് ആയി കഴിയുമ്പോൾ ആദ്യത്തെ അങ്ങനത്തെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് ടൈം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോറി.
ആൻസേഴ്സ് ഓക്കെ. ഒരാള്, രണ്ട്, മൂന്ന്. ഓക്കെ. ഡൗൺ. എ. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ ആൻസർ എ ആണ്. ഗുഡ്. ആൻസർ എ ആണ്. ഇതില് നമ്മൾക്ക് എന്താ പറയാ, ഈ ഒരു വേർഡ് അറിയില്ലെങ്കിൽ, സെമിയോട്ടിക്സ് എന്നുള്ള വേർഡ് അറിയില്ലെങ്കിൽ ചിലപ്പോ ഒന്ന് കൺഫ്യൂസ്ഡ് ആവാം. പക്ഷെ അത് അറിയില്ലെങ്കിൽ ഞാൻ പറയാം അത്ര ഈസി ക്വസ്റ്റ്യൻ അല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഭയങ്കരത്തിൽ കോംപ്ലക്സ് ആക്കിയിട്ട്, അതായത് നമ്മുടെ മൈൻഡ് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രോസസ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. Perceptual time is related to the processing of non-verbal cues or signal bias. അതായത് നമ്മുടെ നമ്മൾ ഒരു കാര്യത്തെ പെർസീവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ഇവരുടെ ഇപ്പൊ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള നോൺ വെർബൽ ക്യൂസ് നമ്മൾ എന്താ പറയുക പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന ടൈമുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് കറക്റ്റ് അല്ലേ? നമ്മളൊരു കാര്യം പെർസീവ് ചെയ്യുക എന്ന് പറയുന്നത് മോസ്റ്റ്ലി നോൺ വെർബൽ ക്യൂസ് പെർസീവ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈമും കൂടി ഉണ്ട്. അതായത് ചില ആൾക്കാർ മോക്കിംഗ് ടോണിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ മോർ ദാൻ വേർഡ്സ് അവരുടെ ആ ഒരു ടോണൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് ഓക്കെ ഇത് ഇയാൾ നമ്മൾ കളിയാക്കിയതാണോ അല്ലെങ്കിൽ ഇയാൾ ഇത് നമുക്കിട്ടൊന്ന് താങ്ങിയതാണോ എന്ന് നമുക്ക് തോന്നുന്നത്. ആ ഒരു ടൈമാണ് പറയുന്നത്. അടുത്തത് അത് നമുക്ക് ഓക്കെ ആണെന്ന് എടുക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് വണ്ണ് ശരിയാണെന്ന് നമുക്ക് എടുക്കാം. നമുക്കൊരു ലോജിക്കിൽ എടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് വണ്ണ് ട്രൂ വരുന്നത് ഏതൊക്കെയാണ്? എയും സിയും ആണ്. അപ്പൊ ബി ഡി നിങ്ങൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഇതിൽ രണ്ടും സെക്കൻഡ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ചാൻസ് എടുക്കുക. 50-50% ആണ്. 25-25 അല്ലല്ലോ. അടുത്ത സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൈൻ ആണ് സെമിയോട്ടിക്സ്. ഇത് പഠിച്ചു വെക്കുക. ഈ വേർഡ് എന്താ പറയുക, ഞാൻ ഇത് എന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയാണ്. ഈ വേർഡ് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇത് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മൾ എന്താണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൈൻ പ്രോസസ് ആണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ മീനിങ്. ഇത് നമുക്ക് ഈ വേർഡ് ഇത് വെക്കുക. ഇങ്ങനത്തെ ഈ വേർഡിന്റെ ലൈക് റിപ്പീറ്റ് യൂസേജ് ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. സോ അത് പഠിച്ചു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ അതാണ് നമ്മുടെ ടേക്ക് അവേ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ശരിയാക്കിയോ തെറ്റാക്കിയോ എന്നുള്ളതല്ല, ഈ ഒരു വേർഡിന്റെ മീനിങ് ആണ് ഇതിൽ നിന്നുള്ള നമ്മുടെ ലേണിംഗ്. സോ നെക്സ്റ്റ് വൺ. ഇത് മാത്രമേ ഉള്ളൂ ആൻസേഴ്സ്. 3. ഒരു 4 നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒരാളും കൂടെ കമോൺ. ആരുമില്ല? ഓക്കെ. 4. ഓക്കെ. എ. ഗുഡ്. സി ഉണ്ട്. ഒരു സി ആൻസർ ഉണ്ട്. ഒരു എ ഉണ്ട്. ബാക്കിയൊക്കെ ആണ്. നമുക്ക് നോക്കാം. ആൻസർ എ ആണ്. ഇത് ഭയങ്കര ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ലൈക്ക് നമുക്ക് ഇതിലൊരു തെറ്റ്, ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടിട്ട് നമ്മളെ കയ്യിലൊന്നുമില്ല. അത് ഭയങ്കര പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന സമയത്ത് അത് തെറ്റാക്കാനുള്ള ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് ആലോചിക്കുക. അങ്ങനെ കിട്ടാത്ത സമയത്ത് അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. അത് തന്നെയാണ് നമുക്ക് എന്താ പറയുക, ഓപ്പോസിറ്റ്, ഇതിനെ ഓപ്പോസ് ചെയ്യാനൊന്ന് നോക്കുക. ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണെങ്കിൽ അതിനർത്ഥം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനാണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ നോക്കുക, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനാണെങ്കിൽ നെഗറ്റീവ് ആക്കാൻ നോക്കുക. ഇത് രണ്ടും ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൻസർ രണ്ടും ശരിയാണെന്നുള്ളതാണ്. സോ മച്ച് ഓഫ് ദി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ആർബിട്രറി യൂസ് ഓഫ് സിമ്പിൾസ് ബൈ ഡിഫറെന്റ് കൾച്ചേഴ്സ്. അത് നോക്കിയാട്ടെ. ഓൾ എന്ന് പറയുന്നില്ല. മേ ബി ഇവിടെ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, ചിലപ്പോൾ അത് തെറ്റാവാൻ ചാൻസ് ഉണ്ട്. ഒരു പോസിബിലിറ്റി പറയാണ്. മച്ച് ഓഫ് ദി
നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് സിമ്പിൾസ് കൊണ്ടുള്ള ആണ് മോസ്റ്റ്ലി ബൈ ഡിഫറെന്റ് കൾച്ചേഴ്സ്. ഓരോ കൾച്ചേഴ്സിലും സിമ്പിൾസ് ആണ് കൂടുതലായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് ആണല്ലോ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നില്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ ഒബ്വിയസ്ലി second statement 2, a great amount of non-verbal communication is iconic and possibly understood universally. എന്തായാലും യൂണിവേഴ്സലി അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നില്ല, പോസിബിളി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. സോ അതും ഓൾമോസ്റ്റ് ശരിയാണ്. ഇവിടെ എന്തായാലും യൂണിവേഴ്സലി എല്ലാവർക്കും അറിയുന്നു പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കോൺഷ്യസ് ആവുക. എന്ന് വെച്ചാൽ എല്ലാ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്നും ഇല്ല കേട്ടോ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ആക്കുക എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന്, ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റിനെ എന്താ പറയാ കൂടുതൽ തെറ്റാക്കാൻ വേണ്ടി, അതായത് തെറ്റെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ടെക്നിക്കാണ് അതിനെ എക്സ്ട്രീം ആക്കുക എന്നുള്ളത് ബേസിക്കലി. സോ ഇവിടെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല, ഭയങ്കര ജനറിക് ആണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും. അതായത് അറിയില്ലെങ്കിലും നമ്മൾക്കിത് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. സോ ആൻസർ ഈസ് എ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോറി. ഓക്കെ ഓക്കെ, എല്ലാവരും എ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് എ. എന്താണ് വിഷ്വൽ ഡയമെൻഷൻ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഇതിൽ എന്തല്ലാത്തിരിക്കാം? വോയിസ് വിഷ്വൽ അല്ല. സോ അത് എലിമിനേറ്റ് ചെയ്ത് നോക്കുക. ഡി എലിമിനേറ്റ് ചെയ്താൽ തന്നെ ആൻസർ എ. സിമ്പിൾ ലാംഗ്വേജ് അതൊന്നും വേണ്ട. ഫിസിക്, ജെൻഡർ, സ്കിൻ കളർ അതൊക്കെയാണ് വിഷ്വൽ ഡയമെൻഷനിൽ വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് വരുന്നത്. നമ്മൾ 4 തരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ റിലേഷൻ, ബേസ്ഡ് ഓൺ ചാനൽ. ഇനി ഇതിന്റെ എന്താ പറയാ റിലേഷൻ ഇതാണോ? സോറി, ഞാൻ മറന്നുപോയി. ഒന്ന് നമുക്ക് നോക്കാം, എന്ത് ബേസ് ആയിരുന്നു അതെന്ന് ഞാൻ മറന്നുപോയി. ടൈപ്പ് ആൻഡ് സ്റ്റൈൽ, അതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വരുന്നത്. ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ബേസ്ഡ് ഓൺ ചാനൽ കഴിഞ്ഞു. അടുത്ത ബേസ്ഡ് ഓൺ ടൈപ്പ് ആൻഡ് സ്റ്റൈൽ ആയിട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. എന്താണ് നമ്മൾ ഫോർമൽ വേയിൽ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോ എന്തായാലും ഒരു 20+ അഡൽട്ട്സ് ആയിരിക്കൂലേ എല്ലാവരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡെലിബറേറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ അപ്പർ മാനേജ്മെന്റ് ഫോർ ഡേ ടു ഡേ ട്രാൻസ്മിഷൻ ഓഫ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഫോളോസ് ദ അതോറിറ്റി ചെയിൻ ലിമിറ്റഡ് ടു ടാസ്ക് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് മാനേജ്മെന്റ് അത് നോക്കണ്ട, ഒഫീഷ്യലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഫോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ഈ ഒരു ടൈപ്പ് വൈ നെറ്റ്വർക്ക്, വീൽ നെറ്റ്വർക്ക്, ചെയിൻ നെറ്റ്വർക്ക്, സർക്കിൾ നെറ്റ്വർക്ക്, ഓൾ ചാനൽ ഓർ സ്റ്റാർ നെറ്റ്വർക്ക്, ഇതെന്താണെന്ന് പഠിച്ചിരിക്കുക. ഇത് നമ്മൾ അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ഫോർമൽ ഇൻഫോർമൽ നമ്മൾ ഫെമിലിയർ ആയിരിക്കും, പക്ഷെ അതിന്റെ അണ്ടറിൽ വരുന്ന ഈ കാറ്റഗറി ഫെമിലിയർ ആയിരിക്കില്ല. അതെന്താന്ന് നോക്കാം. അതാണ് ഈ 4 സ്ക്രീൻ വിസിബിൾ ആണോ? എല്ലാം കാണുന്നുണ്ടോ? ഞാൻ എല്ലാം കൂടെ ഒരു പേജിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര കൺജസ്റ്റഡ് ആക്കിയതാണ്. പക്ഷെ ഇത് എല്ലാവർക്കും കാണുന്നുണ്ടോ പിക്ചർ? ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് മാത്രമാണ് കാണാത്തത്, കുഴപ്പമില്ല. വൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ എനെ ചുറ്റിപ്പറ്റിയിട്ട് സി ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് സിയും ബിയും ഡിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എ ത്രൂ ആണ്. ഹിയർ എ ഇസ് ദി സെൻട്രൽ പേഴ്സൺ ഹു കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ബി, സി, ഡി.
It follows the formal chain of command where the upward and the downward communication takes place in the organizational hierarchy. അതായത് ഒരു ഓഫീസില് ഇത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലത്തെ ആൾക്കാരാന്ന് വിചാരിച്ചു, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു കോളേജിലുള്ള അപ്പൊ വി സി ആണെന്ന് വെച്ചു. ഇത് എ എന്ന് പറയുന്നത് വി സി, സി ബി ഡി എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്. സോ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഈ വൈ നെറ്റ്വർക്കിലൂടെ എന്താ പറയാ, അവർ തമ്മിലുള്ള ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ വൈ നെറ്റ്വർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അതായത് ഒരു സെൻട്രൽ പേഴ്സൺ ഉണ്ടാവും, ആ സെൻട്രൽ പേഴ്സൺ ത്രൂ ബാക്കിയുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാണ്ട് ഇവര് തമ്മിൽ ഡയറക്ട്ലി ഇല്ല. സി ബി അതായത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഈ ഒരു ഹൈറാർക്കിയിലൂടെ പോകുന്നത്. എനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് വൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എ ഇസ് ദ സെന്റർ, സി ഡി ബി ആർ ദ എക്സ്റ്റൻഷൻസ്. അതാണ് വൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് വീൽ നെറ്റ്വർക്ക്. This one blue. Here again, all messages flow through A, who is at the center of the wheel. He communicates with other members of the group, while members cannot communicate with each other. ഈ സെയിം വൈ പോലെ തന്നെയാണ് ഇത് ഇങ്ങനെ എടുക്കുക. ഇതിപ്പോ ഡിഫറെന്റ് കോളേജസ്, സോറി, ഒരു ഓഫീസിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എടുക്കുക. ഇതിന്റെ ഡയറക്ടറാണ് എ. ഈ ഒരു ബ്രാഞ്ചിലുള്ള ബിയും ഡിയും വേറൊരു ബ്രാഞ്ചിൽ സിഇ, അല്ലെങ്കിൽ ഇവർ നാലുപേരും ഡിഫറെന്റ് ബ്രാഞ്ചിൽ, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഒരു ഓഫീസിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആവുന്ന സമയത്ത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് ഈ വീൽ എന്ന് പറയുന്നത്, വീൽ നെറ്റ്വർക്ക്. ഹിയർ അഗെയിൻ ഓൾ മെസ്സേജസ് ഫ്ലോ ത്രൂ എ ആണ് ഇതിൽ. ഇവിടെയും ഈ എയിലേക്കാണ് എല്ലാ മെസ്സേജും കൂടെ കൺവേർജ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. പക്ഷെ ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സെയിം ലൈക്ക് വൈ നെറ്റ്വർക്ക് ആണ്, ഇവിടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് വരുന്നു എന്നുള്ളൂ. അടുത്തത് ഓൾ ചാനൽ ഓർ സ്റ്റാർ നെറ്റ്വർക്ക്. ഓൾ ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓൾ മെമ്പേഴ്സ് ഓഫ് ഇൻ ദിസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഫ്രീലി ആൻഡ് റെഗുലർലി. അതായത് ഇപ്പൊ എടുക്കുക, ഒരു ഫാക്ടറിയിലുള്ള വർക്കേഴ്സ് തമ്മിൽ എടുക്കുക, സെയിം ഇതിൽ വരുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വേർഡ് തന്നെ ഉണ്ട് ഓൾ ചാനൽ ഓർ സ്റ്റാർ നെറ്റ്വർക്ക്. സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഡോട്ടും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവുമല്ലോ. സോ അതാണ് അങ്ങനെയുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെയുള്ള എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഓൾ ചാനൽ ഓർ സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയാം. ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ചിത്രം സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, ഹൈറാർക്കി, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്, എ ടു ബി, ബി ടു സി, സി ടു ഡി, ഇ. അതായത് ഇപ്പോൾ സീനിയർ മാനേജർ, പിന്നെ അതിന് താഴെയുള്ള അസിസ്റ്റന്റ് മാനേജർ, അസോസിയേറ്റ് മാനേജർ, മാനേജർ, എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള രീതി ഹൈറാർക്കിയിൽ വരുന്നത്. Similar to Y network, chain network also follows the formal chain of command where information flows vertically, upwards and downwards. Upward communication and downward communication എന്ന വേറൊരു കാറ്റഗറി ആണ്. പക്ഷെ ഇത് ഫോർമൽ ഇതിൽ വരുന്ന സമയത്ത് ഹൈറാർക്കിയിൽ വരുന്നത്. ഓക്കെ. സർക്കിൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ദിസ് നെറ്റ്വർക്ക് ഈസ് സിമിലർ ടു ചെയിൻ നെറ്റ്വർക്ക് എക്സെപ്റ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഫ്ലോ ഇൻ എ സർക്കുലർ ഡയറക്ഷൻ. ഇത് ഹൈറാർക്കിയിൽ പോവല്ലേ. ഇത് സെയിം ഇപ്പൊ പറയുന്ന പോലെ ഡിഫറെന്റ് HODs തമ്മിൽ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വിചാരിച്ചോ. അതായത് ഇൻഫർമേഷൻ ഫ്ലോ ഇൻ എ സർക്കുലർ ഡയറക്ഷൻ rather than vertical direction. A can communicate simultaneously with two persons. അതായത് എ എന്ന് പറയുന്ന ആള് ബിയും സിയും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. And B, but to communicate with D, he has to pass the information through B or C. ഈ ചിത്രം നോക്കി വെക്കുക. എക്ക് ബിയും സിയും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഡിയിലേക്ക് ഒരു കണക്ഷൻ വേണം. സോ ബേസിക്കലി ഇത് എന്താ പറയാ, ഈ ഒരു പേര് മാത്രം ഓർമ്മിച്ച് വെക്കുക, പേരും പിക്ചറും ഓർമ്മിച്ച് വെക്കുക. ഇതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിലുള്ള 5 ടൈപ്പ് ഓഫ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അഥവാ അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ കുറച്ച് വേർഡ്സ് ഓർത്ത് വെക്കാനുണ്ട്. ഓക്കെ. ഇവിടെ അൺഒഫീഷ്യൽ ചാനൽ ഷേപ്ഡ് ബൈ സോഷ്യൽ ഫോഴ്സസ് അറ്റ് ദ വർക്ക് പ്ലേസ്. അതായത് നമ്മളെവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കോളേജിലുള്ള നോക്കുക, ടീച്ചേഴ്സ് ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് നമ്മൾ കുട്ടികൾ തമ്മിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൊളീഗ്സ് തമ്മിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ്. അതാണ് ഇവിടെ പറയുന്നത്. അൺഒഫീഷ്യൽ ചാനൽ ഷേപ്ഡ് ബൈ സോഷ്യൽ ഫോഴ്സസ് അറ്റ് ദി വർക്ക് പ്ലേസ്. അതില് ഈ വേർഡ് ഒന്ന് ഓർത്ത് വെക്കണേ, ഗ്രേപ്പ് വൈൻ.
ഈ ഒരു വേർഡ് നിങ്ങൾ കുറെ ക്വസ്റ്റ്യനിൽ കാണാം. ഇതിനെയാണ് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് സപ്ലിമെന്റ്സ് ദ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനെ കൂടാതെ തന്നെ എന്താ അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. സോറി. ഓക്കെ. സോറി, ഞാൻ എന്തോ പിടിച്ചു നോക്കി. എന്റെ PPT മൂവ് ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടെ നിർത്തിയ ദി ഗ്രേപ്പ് വൈൻ it supplements the formal communication. It addresses the social needs of employees and operates outside the formal hierarchy. അതായത് ഈ എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ നീഡ്സ്, അതായത് നമ്മൾക്ക് ഒരു ഇത് വരുന്ന സമയത്ത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മാത്രം മതിയില്ല, എല്ലാം ഫോർമൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രസ്ട്രേഷൻ അടിക്കൂലേ. സോ ആ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനെ സപ്ലിമെന്റ് ചെയ്ത് എംപ്ലോയിയുടെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫോർമൽ ഹയറാർക്കിയിൽ ഔട്ട്സൈഡ് നിൽക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയാ. ഈ ഒരു ഗ്രേപ്പ് വൈൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളെ പേരാണ് കേത്ത് ഡേവിസ് എന്നുള്ളത്. ഇതും പഠിച്ചു വെക്കുക. ഞാൻ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ നോക്കുക. കേത്ത് ഡേവിസ്, ഈ പേര് കേത്ത് ഡേവിസ് എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ ഗ്രേപ്പ് വൈൻ ഓർമ്മ വരിക. ചിലപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ ഫിനോമിനൻ ഓഫ് ഗ്രേപ്പ് വൈൻ communication, and grapevine communication has three main characteristics. ഇത് ഓർത്ത് വെക്കുക. ഇറ്റ്സ് നോട്ട് കൺട്രോൾഡ് ബൈ മാനേജ്മെന്റ്. അതായത് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഒരു സോറി ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഇതിലൊരു കൺട്രോൾ ഇല്ല. രണ്ടാമത്തത്, ഇറ്റ് ഈസ് പെർസീവ്ഡ് ആസ് മോർ റിലയബിൾ ബൈ എംപ്ലോയി. അതായത് എംപ്ലോയീസിന് കുറച്ചും കൂടെ സൗകര്യം ഇതാണ്. നമ്മുടെ പെർസ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ നമ്മൾക്ക് കംഫർട്ടബിൾ? നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്കോ അല്ലെങ്കിൽ HODക്കോ മുന്നേ ക്ലാസ് അയക്കുന്ന സമയത്ത് ഡിയർ റെസ്പെക്ടഡ് സാർ എന്നൊക്കെ പറഞ്ഞ് വലിയ മെയിൽ അയക്കുന്നതാണോ, വാട്സപ്പിൽ ഹലോ സാർ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നതാണോ, ഏതാണോ നിങ്ങൾക്ക് ഇത് നോക്കുക. അതുപോലെ തന്നെയാണ് ഇറ്റ് പെർസീവ്ഡ് ആസ് മോർ റിലയബിൾ ബൈ എംപ്ലോയി. ഇറ്റ് സെർവ് ആസ് ദി സെൽഫ് ഇൻട്രസ്റ്റ് ഓഫ് ദോസ് ഇൻവോൾവ്. അതായത് ഈ ഗ്രേപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ഗോസിപ്പ് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതില് ദർ ആർ 4 ടൈപ്സ് ഓഫ് ഗ്രേപ്പ് നെറ്റ്വർക്ക്സ്. ഒന്ന് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്, ഗോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക് ആൻഡ് ക്ലസ്റ്റർ നെറ്റ്വർക്ക്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വിസിബിൾ ആണല്ലോ അല്ലേ? എന്റെ സ്ക്രീൻ വരുന്നത് ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് വൺ, സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ 5 ടൈപ്പ് സബ് കാറ്റഗറി ഉണ്ടായത്. ഇവിടെ 4 ടൈപ്പ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ഇൻഫോർമൽ, ഫസ്റ്റ് വൺ ആണ് സിംഗിൾ സ്റ്റാൻഡ് നെറ്റ്വർക്ക്. Under this communication, the information passes from one to one. That is, one member communicates to another and whom in turn communicates to another. അതായത് ഒരു സാധനം ഒരു ഗോസിപ്പാണെന്ന് വിചാരിച്ചോ. ആദ്യം ഒരാള് പാസ് ചെയ്യും, അത് അടുത്ത ആളിലേക്ക് പോകും, അടുത്ത ആളിന്ന് അടുത്ത ആളിലേക്ക് പോകും, അങ്ങനെ ഒറ്റ ലൈനായിട്ട് പോകുന്ന സിംഗിൾ സ്ട്രാൻഡ്, ഒറ്റ ലൈനായിട്ട് പോകുന്ന ആ ഒരു ഇതിനെയാണ് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയാം. വേറെ ഈ സൈഡിലോട്ടൊന്നുള്ള പാസേജ് ഇല്ല. അതായത് ഒരാളിന്ന് ഒരാളിലേക്ക് അങ്ങനെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നതിനാണ് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ബൈ വേർഡ് കിട്ടും. അടുത്തത് ക്ലസ്റ്റർ നെറ്റ്വർക്ക്. അണ്ടർ ദിസ് കമ്മ്യൂണിക്കേഷൻ ദ ഇൻഫർമേഷൻ പാസ് സെലക്റ്റീവ്ലി. അതായത് വൺ മെമ്പർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൺലി ദോസ് whom he or she trusts. In turn, they pass it on to some other selected members. It's most popular type of grapevine communication and widely prevalent in organization. അതായത് നിങ്ങൾക്കൊരു പ്രത്യേകത്തിലൊരു ന്യൂസ് കിട്ടി, അതായത് നിങ്ങളെ ജനറൽ മാനേജർ റിസൈൻ ചെയ്യാൻ പോവാണെന്നുള്ളത്. ഇവിടെ അത് ഒഫീഷ്യൽ ആയിട്ടില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ എന്താ പറയാ
നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്, അതായത് അടുത്ത ആ ചാൻസിലേക്ക് പോസ്റ്റിലേക്ക് പരിഗണിക്കാനോ അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു. അവര് വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ എന്താ പറയാ, പെർട്ടിക്കുലർ ആയിട്ട് എല്ലാവരുടെ എന്താ പറയാ റാൻഡം ആയിട്ട് അങ്ങ് ഷെയർ ചെയ്യില്ല ഇൻഫർമേഷൻ, സെലക്റ്റീവ് ആയിട്ട് ഷെയർ ചെയ്യും. അതിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുക. ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കും, ക്ലസ്റ്റർ ആയിട്ട് ഒരു ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിരിക്കും. അതാണ് ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് ചന്നം ഭിന്നം ഗോസിപ്പ് വരുത്തുക എന്നുള്ളത്. അത് അണ്ടർ ദിസ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ പാസസ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് പ്രോബിലിറ്റി. അതായത് വൺ മെമ്പർ കമ്മ്യൂണിക്കേറ്റ്സ് റാൻഡംലി വിത്ത് ദ അതേഴ്സ് ഹു ഇൻ ടേൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടു സം അതർ. അതായത് ആരിൽ നിന്നൊന്നുമില്ല കിട്ടുന്ന, അതായത് ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ട് അതായത് എന്തോ ഒരു കേസ് വരാൻ പോകുന്നുള്ള ന്യൂസ് എന്ന് വെച്ചോ, അത് റാൻഡം ആയിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ പറയുന്നതാണ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. ആരൊക്കെ ആ ഒരു പ്രോബബിലിറ്റിയിൽ വരുമോ അവരൊക്കെ ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടും. And last one, gossip network. Under this communication, the member communicates non-selectively. That is, a member having information pass it to everyone he meets. അതായത് ക്ലസ്റ്റർ നെറ്റ്വർക്കിൽ പ്രോബിലിറ്റി നെറ്റ്വർക്കും ഗോസിപ്പ് നെറ്റ്വർക്കും ഏകദേശം സിമിലർ ആണ്. ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സെലക്റ്റീവ് ആണ്. ക്ലസ്റ്റർ നെറ്റ്വർക്കിന്റെ കീവേഡ് എന്ന് പറയുന്നത് സെലക്ടിവിറ്റി ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് ഇതിപ്പോ എന്താ പറയാ മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ക്ലസ്റ്റർ എന്ന് പറയുന്ന സെലക്ടിവിറ്റിയിലേക്ക് കണക്ട് ചെയ്യാം. അതേസമയം ഗോസിപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലായിടത്തും സെലക്ടിവിറ്റി ഇല്ല, നോൺ സെലക്ടിവിറ്റി ആണ് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ഓർത്ത് വെക്കുക. ഓരോ ഇതിന്റെ സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറയുന്ന ഒറ്റ ലൈൻ അത് ആ വേർഡ് തന്നെ ഉണ്ടല്ലോ. ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സെലക്ടീവ് പീപ്പിൾ, ഗോസിപ്പ് എന്ന് പറയുന്നത് നോൺ സെലക്ടിവിറ്റി, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി, അത് കിട്ടാൻ ആരൊക്കെ കാണാൻ ചാൻസ് ഉണ്ടോ അവർക്കൊക്കെ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. സോ ഇതാണ് ഇൻഫോർമൽ ഇതിൽ വരുന്ന അണ്ടറിൽ വരുന്ന ടൈപ്പ്. അപ്പൊ ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ബേസ്ഡ് ഓൺ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് റിലേഷൻസ്, അതിൽ 4, രണ്ടാമത്തെ ചാനല് 2, അണ്ടറിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ, അതിന്റെ അണ്ടറിൽ വെർബൽ 2 നോൺ വെർബലില് മോർ ദാൻ 10. പിന്നെ മൂന്നാമത്തത് ബേസ്ഡ് ഓൺ ടൈപ്പ്, അതിൽ ഫോമൽ ആൻഡ് ഇൻഫോർമൽ. ഫോമലില് 5 ടൈപ്പ്, ഇൻഫോർമലില് 4 ടൈപ്പ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ബേസ്ഡ് ഓൺ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ 3 തരത്തിൽ എങ്ങനെയാണോ നമ്മൾ പോകുന്നത്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആണോ അതോ ഡയഗണൽ ആണോ? ആ പിക്ചർ ഞാൻ തന്ന നോട്ടിൽ അതിന്റെ പിക്ചർ ഉണ്ടാവും, അതൊന്ന് നോക്കുക കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇത് ഇൻഫർമേഷൻ മാത്രമുള്ള ഒരു സ്ലൈഡാണ്, പിക്ചർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലിന്റെ അണ്ടറിൽ 2 ഉണ്ട്. വെർട്ടിക്കൽ മുകളിൽ താഴോട്ട്, അത് അപ്വേർഡ് ആവാം, ഡൗൺവേർഡ് ആവാം. അതായത് ഒരു സീനിയർ മാനേജർ ജൂനിയർ മാനേജർക്കും അല്ലെങ്കിൽ അസിസ്റ്റന്റ്, അസോസിയേറ്റ് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷനാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ. ഫ്രം സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്, ഫ്രം സബോർഡിനേറ്റ്സ് ടു സുപ്പീരിയേഴ്സ് പറയുന്നതാണ് എന്താ പറയാ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ. ഇതൊരു ടൈപ്പ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക് ബിറ്റ്വീൻ സുപ്പീരിയൻസ് ആൻഡ് സബോർഡിനേറ്റ് ആണ് ഇതിന്റെ കീ ഫീച്ചേഴ്സ് വരുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ബിറ്റ്വീൻ സെയിം സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ലാറ്ററൽ. ഹൊറിസോണ്ടലിന് നമ്മൾ വേറൊരു പേരാണ് ലാറ്ററൽ എന്ന് പറയുന്നത്. സെയിം ലെവൽ, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒന്നുകിൽ എച്ച്ഒഡിസ് ഇൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാനേജേഴ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സെയിം ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. പിയർ അല്ലെങ്കിൽ ബിറ്റ്വീൻ പിയേഴ്സ് ഓർ കൊളീഗ്സ് ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഹൊറിസോണ്ടൽ പറയുന്നത്. ഡയഗണൽ എന്ന് പറയുന്നത് അക്രോസ് ദ പൊസിഷൻ സ്റ്റാറ്റസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കമ്പനിയിലാണെങ്കിൽ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, ക്യാൻറ്റീനിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇതൊന്നും ഹയറാർക്കി ഒന്നും നോക്കില്ല മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവിടെ അക്രോസ് ദ പൊസിഷൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അത് പറഞ്ഞാൽ ഫോസ്റ്റർ റിലേഷൻഷിപ്പ്, ഒരു ബോണ്ടിങ് ഉണ്ടാക്കും, ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അത് മോസ്റ്റ്ലി ഇൻഫോർമൽ ആയിരിക്കും ഡയഗണൽ എന്ന് പറയുന്നത്, അത്ര ഫോർമൽ ആയിരിക്കില്ല. സോ ഇങ്ങനെയും എന്താ പറയാ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്യാം. വെർട്ടിക്കലിന്റെ അണ്ടറിൽ ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ്. അടുത്തത് ഹൊറിസോണ്ടലിനെ ലാറ്ററൽ എന്നും പറയും. പിന്നെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ആ വേർഡ് എന്താണോ മീൻ ചെയ്യുന്നത് അത് തന്നെ, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള അർത്ഥങ്ങളൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ,
സോറി എനിക്ക് ഈ സ്ക്രീൻ ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോറി ഫോർ ദാറ്റ്. When communication is top down in the form of directives, it's recognized as. ആൻസേഴ്സ് ഒന്നും വരുന്നില്ല. എല്ലാരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇത്ര എളുപ്പത്തിനുള്ള ഓപ്ഷൻസ് അല്ല സോറി ആൻസേഴ്സ് ഒന്നും വരുന്നില്ല. ആം ഐ ഓഡിബിൾ? ഓക്കെ സി. ഓക്കെ ഓക്കെ ഓക്കെ. ഒരാൾ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. ഇത് ടഫ് ആയതുകൊണ്ടാണോ അല്ല ഓൾറെഡി ഇത് കണ്ടതുകൊണ്ടാണോ എന്തുകൊണ്ടാ എനിക്കറിയില്ല. ഇത് ഈസിയാണ്. സി തന്നെയാണ് ആൻസർ വരിക. വെൻ കമ്മ്യൂണിക്കേഷൻ ഇസ് ടോപ്പ് ഡൗൺ ഇൻ ദ ഫോം ഓഫ് ഡയറക്റ്റീവ്സ് എന്നാണ്. ലാറ്ററൽ അല്ല. ലാറ്ററൽ ഞാൻ പറഞ്ഞില്ലേ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് എങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ കൊടുത്ത് ഒഫീഷ്യൽ ടു സോറി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആവില്ല. അതായത് സബോർഡിനേറ്റ് ടു ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഹയർ അതോറിറ്റിന്ന് സബോർഡിനേറ്റ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ പറയുന്ന വേർട്ടിക്കൽ മോസ്റ്റ്ലി റെപ്രസെന്റ് ചെയ്യുക. ലാറ്ററൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡയഗണലിനെയോ ലാറ്ററലിനും കൂടെ പറയും. അപ്പൊ ആ ഒരു വേർഡ് നമ്മൾ ഓൾറെഡി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ബാക്കിയൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന കൊളാറ്ററൽ ആൻഡ് എക്സ്റ്റേണൽ ജസ്റ്റ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ 1 ഓക്കെ. സി വരുന്നുണ്ട്. ആൻസർ മോസ്റ്റ്ലി സി ആണ് വരുന്നത്. ഒരു ബി വന്നിട്ടുണ്ട്. ഓക്കെ ആൻസർ വരുന്നത് സി ആണ്. ബി എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വന്നതാവാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ചില സമയത്തെ എ എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് 2 ഇപ്പൊ ഇങ്ങനെയുള്ളത് ട്രൂ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ചില സമയത്ത് ഇവർ മാറ്റിയിട്ട് ഫസ്റ്റ് ഫോൾസ് കൊടുക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇവർ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. സോ അത് നോക്കുക. അങ്ങനത്തെ എന്തെങ്കിലും തെറ്റുപറ്റിയതാണെങ്കിൽ അങ്ങനത്തെ മിസ്റ്റേക്സ് നമ്മൾ ഒരിക്കലും വരുത്തരുത്. അത് നമ്മുടെ ആബ്സെന്റ് മൈൻഡഡിനെ കാണിക്കുന്നതാ. നമ്മുടെ ആബ്സെന്റ് മൈൻഡഡോട് കൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ അതിനേക്കാൾ റിഗ്രറ്റ് വേറെ ഒന്നും ഉണ്ടാവില്ല. അറിയാഞ്ഞിട്ട് തെറ്റിച്ചാൽ പോട്ടേന്ന് വെക്കാം. സോ അത് നോക്കണം. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. കാരണം ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി വെർബൽ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് മോർ പവർഫുൾ ഇഫ് അക്കംപനീഡ് ബൈ നോൺ വെർബൽ മെസ്സേജസ്. അത് നമ്മൾക്ക് തന്നെ അറിയില്ലേ. നമ്മളിപ്പോ ഒരാൾ ഇമെയിൽ അയക്കാന്ന് വിചാരിച്ചോ.
അവരുടെ ആ വെറും വേർഡ്സ് മാത്രം വെച്ചിട്ട് ഇതിന്റെ ടോൺ എന്താ, അവരുടെ മൂഡ് എന്താ എന്നൊന്നും അറിയില്ല. ഫോർ അതേസമയം നമ്മൾ ഒരാളെ കോൾ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ വോയിസിന്റെ മോഡുലേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാം, ലൈക്ക് നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് മോർ പവർഫുൾ ഇഫ് അക്കമ്പനിഡ് ബൈ നോൺ വെർബൽ മെസ്സേജ്. വെരി ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് റിഫ്ലക്ട് പേഴ്സണൽ ഫീലിംഗ്സ് ഓർ ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്സ്. സി, ഡസ് നോട്ട് എക്സ്ട്രീംലി ഒരു പറയാ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇമോഷൻസ് ആറ്റിറ്റ്യൂഡ്സ് ഒന്നും റിഫ്ലക്ട് ചെയ്യില്ലാണ്. അത് പക്ക തെറ്റാണ്. എന്തുകൊണ്ടാ? നമ്മുടെ വോയിസ് ടോണും നമ്മുടെ പിന്നെ ഈ പറയുന്ന ഓൾ ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡ്സും റിഫ്ലക്ട് ചെയ്യാണ്, മോർ ദാൻ നമ്മുടെ വേർഡ്സോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ലൈക്ക് ഈ പറയുന്ന റിട്ടേണിലും ഓറലിലുള്ളതിനേക്കാളും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത്, ആറ്റിറ്റ്യൂഡ് റിഫ്ലക്ട് ചെയ്യുന്നത് ഏതാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ 2 ഈസ് ഫാൾസ്, ഫസ്റ്റ് ഈസ് ട്രൂ. ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. അതിൽ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. 3 ടൈപ്പ്, ബാക്കി 3 നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാന്നുള്ളത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു സെൻഡർ ഒരു മെസ്സേജ് ഒരാളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. റിസീവർ ആ സെൻഡർ പറഞ്ഞ അതേ മീനിങ്ങിൽ അതിനെ ഡീകോഡ് ചെയ്തെടുത്ത് മനസ്സിലാക്കി. അതായത് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, അതായത് ഞാനിപ്പോ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, അത് ഞാൻ പഠിപ്പിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മനസ്സിലാവുന്നു. അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് പ്രോപ്പറായിട്ട് റിസീവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിസീവറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞ് അവരത് ഡീകോഡ് ചെയ്തെടുത്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് എന്തൊക്കെ തരത്തിലുള്ള എന്താ പറയുക അഫക്ട് ചെയ്യുന്നു എന്നുള്ള, എന്തൊക്കെ തരത്തിലുള്ള എലമെന്റ്സ് അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതും ഞാൻ ഒറ്റ പേജിൽ അങ്ങ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള എന്റെ കഠിന ശ്രമത്തിലാണ് ഈ ഒരു ഇത് വരുന്നത്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ നോട്ടിൽ ഒരു 4 പേജിന്റെ നോട്ടാണ്. സോ എനിക്കിത് ഒറ്റ പേജിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങ് എക്സാമ്പിളോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിയത്. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ മോസ്റ്റ് ഓഫ് ദ കറക്റ്റിംഗ് നമ്മുടെ വേർഡ് മീനിങ് നമ്മൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ് എന്താണ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മുടെ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എനിക്ക് ടഫായിട്ട് തോന്നിയത് ഒന്ന് മാത്രം, ഈ സെമാൻറ്റിക് ബാരിയേഴ്സ്. ആ സെമാൻറ്റിക് എന്നുള്ള ഒരു ജാർഗൺ ആണ്, അതൊരു ടെക്നിക്കൽ വേർഡാണ്. ബാക്കിയൊക്കെ ജനറിക് ടേം ആണ്. ബൈ മീനോട് ബൈ വേർഡിൽ അണ്ടർസ്റ്റുഡ് ആണ്. ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കേണ്ടി വരും. ഇത് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാണ് കേട്ടോ. സോ ഓരോന്നായിട്ട് നോക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇന്റർഫിയർ വിത്ത് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഈ ഞാൻ നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ റൂമിൽ നിന്ന് വേറെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നോയ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ബാഡ് സിഗ്നൽ ക്വാളിറ്റി, എന്റെ സിഗ്നലിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയാ, അതുകൊണ്ട് എനിക്കൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ ബാരിയേഴ്സിനെ പറയുന്നതാണ് ഫിസിക്കൽ ബാരിയേഴ്സ്, ഒന്നാമത്തത്. രണ്ടാമത്തത് ലാംഗ്വേജ് ബാരിയേഴ്സ്. ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഭാഷ അറിയാത്തത് കൊണ്ടുള്ള ബാരിയേഴ്സ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്റെ മദർ ടങ് മലയാളം അല്ലെങ്കിൽ ആ സമയത്ത്, അതായത് സെൻഡറുടെയും റിസീവറുടെയും ലാംഗ്വേജ് സെയിം അല്ലാതിരിക്കുന്ന സമയത്ത് വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് എന്താ ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് എഫക്റ്റീവ്ലി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെയാണ് നമ്മൾ നോർത്തേൺ പാർട്ടിലെ മലബാർ ഏരിയയിലുള്ള ഭാഷ സദേൺ പാർട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് പറയില്ലേ, ആ ഒരു കാര്യം. ലൈക്ക് നമ്മുടെ ടോണ് നമ്മുടെ ഇതിനനുസരിച്ച് മനസ്സിലാവാണ്ടിരിക്കുന്ന സമയത്ത് ലാംഗ്വേജ് ബാരിയർ വരുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ് അറൈസിങ് ഫ്രം ഡിഫറെന്റ് ലാംഗ്വേജ് യൂസേജ് ഓർ വൊക്കാബുലറി. അതെന്താ വരിക? അൺഫെമിലിയർ വേർഡ്സ്, ലാംഗ്വേജ് ഡിഫറൻസസ്, റീജിയണൽ ആക്സെന്റ്സ്, ഞാൻ പറഞ്ഞില്ല ആക്സെന്റ്സ്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഗ്യാപ്പ് വരുന്ന ഈ ഒരു സാധനം കൊണ്ട് വരുന്ന ബാരിയേഴ്സിന് അല്ലെങ്കിൽ എന്താ പറയുന്നത് ലാംഗ്വേജ് ബാരിയേഴ്സ്. അടുത്തത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഈ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ നോയ്സ് സെയിം ആണ്. നമ്മുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇമോഷൻ, ആറ്റിറ്റ്യൂഡ്സ് ഓർ മെന്റൽ സ്റ്റേറ്റ് അഫക്ടിങ് ദ കമ്മ്യൂണിക്കേഷൻ. അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കേൾക്കാനുള്ള ഒരു മൂഡിലല്ല, നിങ്ങൾ എന്തോ ഇമോഷണൽ സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ തലയിൽ കയറില്ല.
സോ ആ ഒരു ടൈപ്പ് ഓഫ് ബാരിയറിനാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചറൽ ബാരിയേഴ്സ്. കൾച്ചറൽ ബാരിയേഴ്സ് എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ, അതായത് ഈ പറയുന്ന ഇംഗ്ലീഷുകാര് ഹഗ് ചെയ്യുന്നത് അവരുടെ നോർമലാണ്. ഇവിടെ അതുപോലെ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ വന്നിട്ട് ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു സ്ത്രീ ആയിട്ട് പെട്ടെന്ന് പോയി ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെന്റ്. അത് ഡിഫറെന്റ് രീതിയിലാണ് എടുക്കുക. അതായത് ആ ഒരു രീതി, ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ നോർമലാണ്, ഇവിടെ നോർമൽ അല്ല. ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് കൊണ്ട്, അതായത് ചില സമയത്ത് നമ്മളിപ്പോ നമസ്കാരം പറയുന്നു, അതുപോലെ തന്നെ ഇന്ത്യയിൽ നമസ്കാരം പറയുന്നു, പുറത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. സോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരേ കാര്യമാണെങ്കിലും ഡിഫറെന്റ് രീതിയിലാണ് വരുന്നത്. സോ ഡിഫറൻസ് ഇൻ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് അഫക്റ്റിംഗ് ദ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഹഗ് ചെയ്യുന്നത് ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസിൽ നോർമലാണ്, ഇവിടെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വേറെയാണ്. അടുത്തത് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത് മിസ്ഇന്റർപ്രിട്ടേഷൻ ഡ്യൂ ടു അൺക്ലിയർ ഓർ ആംബിഗ്യസ് ലാംഗ്വേജ്. അതായത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എന്താണ് സെമാൻറ്റിക് നോയ്സിൽ വരുന്നത്. അതായത് ജാർഗൺസ് യൂസ് ചെയ്യുക, ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യുക, ഡോക്ടേഴ്സ് ഒക്കെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആ വേർഡ്സ് കാരണം വരുന്ന ബാരിയേഴ്സ്. അതായത് ഒരു രണ്ട് ഡോക്ടേഴ്സ് അടുത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു നോർമലി ഒരു പനീനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് മനസ്സിലാവില്ല. സോ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബാരിയേഴ്സ് എന്താണ്? അതാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇമോഷൻ ഓർ മെന്റൽ സ്റ്റേറ്റ് ബ്ലോക്കിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അത് നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ ബാരിയേഴ്സിന്റെ ഇടയിൽ തന്നെ വരും. നമ്മളൊരു ഇമോഷണൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന സമയത്ത്, നമ്മുടെ ആങ്കറിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, എന്റെ തല ചൂടായിരിക്കുന്നത്, ഇപ്പൊ ഒന്നും സംസാരിക്കരുത് എന്ന് പറയുന്നത്, അത് നമ്മൾക്ക് തന്നെ അറിയാം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രസ്ട്രേഷൻ, ആങ്കർ, എക്സൈറ്റ്മെന്റ്, ഇമോഷണൽ ഓവർലോഡ് ഒക്കെ എന്താ പറയാ, നമ്മുടെ പെർസെപ്ഷൻ, ഒരു കാര്യത്തെ നമ്മൾ പെർസീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ബാരിയേഴ്സ് എന്താ? ഈ പറയുന്ന പോലെ ഇപ്പൊ ഇന്റർനെറ്റ് ഇഷ്യൂസ് വരുന്നത്, അതൊക്കെ ടെക്നിക്കൽ ഗ്ലിച്ചസ് വരുന്നത്, ഹാർഡ്വെയർ ഫെയിലിയേഴ്സ് വരുന്നതൊക്കെ ടെക്നോളജിക്കൽ ബാരിയേഴ്സിൽ പെടും. അതിലിപ്പോൾ തന്നെ ഇൻഫർമേഷൻ ഓവർലോഡ്, അതായത് നിങ്ങൾ ഒരു 3 മണിക്കൂർ ഒരു ക്ലാസ് കേൾക്കുക എന്ന് വിചാരിച്ചോ, കമ്മ്യൂണിക്കേഷന്റെ. ആദ്യത്തെ ഒരു മണിക്കൂർ ആദ്യത്തെ ഒരു മണിക്കൂർ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ തലയിൽ കയറുള്ളൂ, ബാക്കിയൊക്കെ പുകയായിരിക്കും. സോ അത് തന്നെയാണ് ഇൻഫർമേഷൻ ഓവർലോഡ്. നമ്മുടെ ബ്രെയിനിന് പ്രോസസ്, നമ്മൾ പറയില്ലേ, ക്ലാസ് തന്നെ പറയില്ലേ 20 മിനിറ്റ്സ് മാത്രമേ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ ഉണ്ടാവുള്ളൂ എന്ന്. ആ ഒരു ഇത് ഇൻഫർമേഷൻ നമ്മൾ എന്താ പറയാ, റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ കുറെ കൂടുതലാകുന്ന സമയത്ത് അത് നമ്മുടെ പ്രോസസ്സിങ്ങിനെ അഫക്ട് ചെയ്യും. അതിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ കോണ്ടെക്സ്റ്റിലും പറയും, നമ്മുടെ ബ്രെയിനെ പ്രോസസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഇൻഫർമേഷൻ ആണ് ഒരു ഡേ കൺസ്യൂം ചെയ്യുന്നത്. അത് നമ്മുടെ പ്രോസസ്സിംഗ് കപ്പാസിറ്റീനെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള നെറേറ്റീവ്സ് നമ്മൾക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. പെർസെപ്ഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഒരേ കാര്യം എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ എന്ന് പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ ഒരു സോൾജർ എടുക്കുന്ന പെർസെപ്ഷൻ ആയിരിക്കില്ല ഒരു കോമൺ മാൻ എടുക്കുന്നത്. നമ്മള് അത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് ഓരോ കാര്യത്തിൽ. അതായത് ഓരോ ഇഷ്യൂസിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ പെർസീവ് ചെയ്യുന്നത് അതായത് ആ പേഴ്സന്റെ ലേണിങ്സ്, പേഴ്സന്റെ അണ്ടർസ്റ്റാൻഡിങ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. അത് ആ സമയത്ത് ഇപ്പൊ ഞാനൊരു കാര്യം പറയും, ഓപ്പോസിറ്റുള്ള ആള് വേറൊന്ന് കേൾക്കും. ഇത് ഓഫൺ നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ പറയാനുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു, നീ ഒന്ന് കേട്ടു എന്നുള്ള അവസ്ഥ ഉണ്ടാവൂലേ. പാർട്ട്നേഴ്സിന്റെ ഇടയിലും യൂഷ്വലി ഈ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പെർസെപ്ഷൻ ബാരിയർ, നമ്മൾ ഒന്ന് ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്, ബട്ട് അതർ പേഴ്സൺ പറയുന്നത് അവരുടെ പെർസെപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും അത് എടുക്കുന്നത്. ആ ഒരു ബാരിയേഴ്സിനെയാണ് എന്താ പറയാ, പെർസെപ്ച്വൽ ബാരിയേഴ്സ്. ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഡൈനാമിക് ഓർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അഫക്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അത് ഈ കൾച്ചറൽ, സിമിലർ ടു കൾച്ചറൽ ബാരിയേഴ്സ് ആണ്. സോഷ്യൽ ബാരിയേഴ്സ് ഇപ്പോൾ സ്റ്റാറ്റസ് ഡിഫറൻസ് കൊണ്ടുള്ള വരുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ നോംസ്, പിയർ പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ എന്താ പറയും, സോഷ്യൽ ബാരിയേഴ്സിൽ വരും. സോ ബാരിയർ ടൈപ്പ് ഡിഫറെന്റ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ജനറിക് ആയിട്ടായിരിക്കും വരുന്നത്. സോ നമ്മളൊരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗിൽ ആലോചിച്ച് നോക്കുക, കോമൺ വേയിൽ ഇത് എഫക്റ്റീവ് ആണോ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണോ, അല്ലാതെ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാം. ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഐ തിങ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ്.
9 മണി മുട്ടിയതുകൊണ്ടാണോ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്? Which of the following are barriers to effective communication? ആൻസേഴ്സ് ഒന്നും വരുന്നില്ല. വരുന്നത് ഞാൻ കാണാഞ്ഞിട്ടാണോ അത് വരാഞ്ഞിട്ടാണോ? കാണാഞ്ഞിട്ടാന്ന് തോന്നുന്നു. ആണോ? സോറി, ചാറ്റ്സിലൊന്നും വരുന്നില്ല കേട്ടോ. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഫോർ. ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായില്ല, സോറി. ഓക്കെ, എ ആൻഡ് സി ആണ് മോസ്റ്റ്ലി ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരിയാണ്. ഓക്കെ, ആൻസർ 4 ആണ്. ആദ്യം തന്നെ സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കും, ബി എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈസി കൺസ്ട്രക്ഷൻ ഓഫ് സെന്റൻസും ഇതില് എന്താ പറയാ, ആ രണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് തന്നെ നമ്മൾ ആൻസറിൽ എത്തും. പക്ഷെ ഇതിൽ എനിക്ക് പുതുതായിട്ട് ഒരു വേർഡാണ് പോളിസെമി എന്ന് പറയുന്നത്. ക്ലീഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, ക്ലീഷെ ആക്കില്ലെന്ന്. പക്ഷെ പോളിസെമി എന്ന് പറയുന്നത് ഒരു ജാർഗൺ ആണ്. അതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾക്ക് ആൻസർ ഇതിൽ ഈ പോളിസെമി എന്താണെന്ന് അറിയില്ലെങ്കിലും നമ്മൾക്ക് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക, അടുത്ത ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഈ പോളിസെമി എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ അതിന്റെ നോക്കുക. പോളിസെമി എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ഓഫ് മെനി പോസിബിൾ മീനിങ് ഓഫ് എ വേർഡ് ഓർ ഫ്രേസ്. ഫോർ എക്സാമ്പിൾ ബാങ്ക് എന്ന് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ഫിസിക്കൽ ബാങ്ക്സ് ആവാം, യൂണിയൻ ബാങ്ക്, അതുപോലെ ബാങ്ക് ആവാം, മണി സൂക്ഷിക്കുന്ന സ്ഥലമാവാം. അതുപോലെ തന്നെ പുഴയുടെ കരയത്തിനൊക്കെ നമ്മൾ ബാങ്ക്സ് എന്ന് പറയും. സോ അങ്ങനെ ഒരേ വേർഡിന് ഡിഫറെന്റ് മീനിങ് ഉണ്ടെങ്കിൽ അത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ്. അത് സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരും. അതിന് രണ്ടുള്ള വരുന്നതാണ് പോളിസെമി എന്നുള്ളത്. ക്ലീഷ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ് യൂഷ്വലി പറയുന്നത്, ഫ്രേസ് ഓർ ഒപ്പീനിയൻ ദാറ്റ് ഓവർ യൂസ്ഡ് ഓർ ബിട്രേസ് എ ലാക്ക് ഓഫ് ഒറിജിനൽ തോട്ട്, ക്ലീഷെ. സോ ഇതാ ഇങ്ങനത്തെ ഒരു വേയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ സിലബസ് കവർ ചെയ്യും. അതായത് ഒരു ഓപ്ഷൻ അല്ലാണ്ട് തന്നെ ബാക്കി എല്ലാ ഓപ്ഷൻസും പഠിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ആൻസേഴ്സ് വന്നു തുടങ്ങി. 2 ആണ് മോസ്റ്റ്ലി പറഞ്ഞിട്ടുള്ളത്. ആൻസർ 2 ആണ്. ഇതില് സെമാൻറ്റിക് ബാരിയേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് സെമാൻറ്റിക് ബാരിയേഴ്സ്? വേർഡ് മീനിങ്ങിലൊക്കെ വരുന്ന ആ ഒരു ടെക്നിക്കൽ യൂസ് ജാർഗൺസ് വരുന്നതുകൊണ്ടാണ്. അവിടെ തന്നെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് യൂസ് ഓഫ് ടെക്നിക്കൽ ജാർഗൺ. ഓക്കെ, എ ഉണ്ട്. ഫോൾട്ടി ട്രാൻസ്ലേഷൻ. ഇമോഷണൽ ഇന്റർഫറൻസ് സെമാൻറ്റിക്കിൽ വരില്ല. അത് അൺക്വാളിഫൈഡ് അസംഷൻ. അത് ഈ മൂന്നെണ്ണാണ് വരിക. സോ ആൻസർ ഇസ് ബി ഓർ 2. ഇനി ഈ ഒരു ഇതൊരു കൺസെപ്റ്റ് ആണ്, ടൈപ്പ് ഓഫ് ലിസണർ. ഈ പറഞ്ഞ പോലെ വേർഡിൽ തന്നെ കിട്ടും എന്താണത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എന്തൊക്കെയാണുള്ളത്. ടൈപ്പ് ഓഫ് ലിസണേഴ്സിൽ ആക്റ്റീവ് ലിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കോൺസ്റ്റന്റ്ലി ഇന്ററാക്ട് ചെയ്യുക, അതായത് പറയുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്നുള്ള ഗിവ് ഫീഡ്ബാക്ക്, മെയിൻറ്റെയിൻസ് ഐ കോണ്ടാക്ട്സ്, ആസ്ക് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഫുള്ളി കോൺസെൻട്രേറ്റ് ഇൻ ദ കോൺവെർസേഷൻ, അതിനെയാണ് ആക്റ്റീവ് എന്ന് പറയുക. പാസീവ് ലിസണർ എന്ന് പറഞ്ഞാൽ ഹിയർ ദ മെസ്സേജ് ബട്ട് ഡസ് നോട്ട് ആക്റ്റീവ്ലി എൻഗേജ് ഓർ റെസ്പോണ്ട്. ഈ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആക്റ്റീവ് ലിസണേഴ്സും ഉണ്ട്, പാസീവ് ലിസണേഴ്സും ഉണ്ട്. എന്താണ്, മിനിമൽ ഫീഡ്ബാക്ക് തരുന്നവർ, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ തന്നെയാണ് ആക്റ്റീവ്, പാസീവ്. സെലക്റ്റീവ് എന്ന് പറയുന്നത് ലിസൺസ് ഓൺലി ദ പാർട്ട് ഓഫ് ദ മെസ്സേജ് ഇൻട്രസ്റ്റ് ദം. അതായത് ഒരു കാര്യം ഇപ്പൊ ഞാനൊന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ബോറായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വരുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരെ, സെലക്റ്റീവ് ആയിട്ട് ലിസൺ ചെയ്യുന്ന ആൾക്കാരെയാണ് സെലക്റ്റീവ് റിസൾട്ട് എന്ന് പറയാ, ലിസണർ എന്ന് പറയാ. റിഫ്ലക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പ്രോസസ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് തിരിച്ച് അതൊന്ന് അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അവരുടേതായ രീതിയിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. തിങ്സ് ഡീപ്ലി അബൌട്ട് ദ മെസ്സേജ് ആൻഡ് ഇന്റർപ്രറ്റേറ്റ്സ്. അതായത് റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ്, റിഫ്ലക്ട് ചെയ്യുക, നമ്മൾ പറയുന്ന കാര്യത്തിന് അവരിലേക്ക് എടുത്തത് റിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാരെ റിഫ്ലക്റ്റീവ് ലിസൺ എന്ന് പറയും. എംപത്തറ്റിക് ലിസൺ എന്ന് പറയുന്നത് പറയുന്ന കാര്യം ഒരു എന്താ പറയുക എംപതിയോടുകൂടി കേട്ട് ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരെ എംപത്തറ്റിക് ലിസൺ എന്ന് പറയാം. ഇവാലുവേറ്റീവ് ഓർ ജഡ്ജ്മെന്റൽ, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, അതായത് അവർ കേൾക്കുന്ന കാര്യത്തെ അവരുടെ മോറൽ ഇതിൽ വെച്ച് ജഡ്ജ് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കുന്ന ആൾക്കാരെ, റിപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ ജഡ്ജ്മെന്റൽ ലിസണർ, ഇവാലുവേറ്റീവ് ലിസണർ എന്ന് പറയും. പ്രിറ്റൻഡിങ് ലിസണർ എന്താണ്, മെന്റലി ഫിസിക്കലി പ്രസന്റ് മെന്റലി ആബ്സെന്റ്. നമ്മൾ കേൾക്കുന്ന പോലെ നിൽക്കും, നമ്മൾ സോൺ ഔട്ട് ആവില്ലേ ക്ലാസ്സുകളിലൊക്കെ, മോസ്റ്റ്ലി നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങള്. അപ്രിഷിയേറ്റീവ് ലിസണർ കേൾക്കുന്ന കാര്യത്തെ എന്താ പറയാ വാലിഡേറ്റ് ചെയ്ത് തിരിച്ചതിനെ അത് രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് കേൾക്കുന്ന ആൾക്കാര്. ക്രിട്ടിക്കലും നേരത്തെ പറഞ്ഞാൽ ഇവാലുവേറ്റീവ്, ജഡ്ജ്മെന്റൽ എന്ന് പറയുന്ന കാര്യത്തെ ഒരു ജഡ്ജ്മെന്റിലോടുകൂടി ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ കാണുന്നവർ, ക്രിട്ടിക്കലി നമ്മൾ പറയില്ലേ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ആൾക്കാർ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നും അല്ല, ബട്ട് ഒന്ന് അത് മനസ്സിലാക്കി വെക്കുക. ആക്റ്റീവ്, പാസീവ് എന്താ, സെലക്റ്റീവ് എന്താ, റിഫ്ലക്റ്റീവ് എന്താ. റിഫ്ലക്റ്റീവിന്റെ ആ മീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കൊടുത്ത കാര്യം അത് തിരിച്ചു വരിക നമ്മളെ അടുത്തേക്ക് അവരുടേതായ രീതിയിൽ. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി ഈ ഒരു കൺസെപ്റ്റ് മെഹ്റബിയൻ റൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു റൂളാണ്. അതായത് ഈ മെഹ്റബിൻ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത് 7% മാത്രമേ സ്പോക്കൺ വേർഡ്സിന് എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ബാക്കി 38% ടോൺ ഓഫ് വോയിസ് ആണ്, വോക്കലാണ്. അതുപോലെ തന്നെ അതിന്റെ മേജർ ചങ്ക് എന്ന് പറയുന്നത് 55% ബോഡി ലാംഗ്വേജ് ആണ്, വിഷ്വൽ ആണ്. അതായത് നമ്മൾ ഒരാൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേ ചെയ്തതിനാണ് ബോഡി ലാംഗ്വേജ് ആണ്, ടോൺ ഓഫ് വോയിസ് ആണ്, മോർ ദാൻ വേർഡ്സ്. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ പറയുന്നു എന്നുള്ളതിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത്. നമ്മൾക്ക് ജീവിതത്തിലും നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. എക്സാമിന് ഈ ഒരു നമ്പേഴ്സ് ഓർത്ത് വെക്കുക, 7, 35, 50, 38, 55 ആൻഡ് ഈ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്, 7 C's ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ പാർട്ടിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ സീസ് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് മാറാണ്ട് ഒന്ന് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന ഫോളോയിങ് 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ക്ലാരിറ്റി, അതായത് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് പറയുന്ന ആൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ബി ക്ലിയർ അബൌട്ട് യുവർ മെസ്സേജ്, അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന്റെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് ക്ലാരിറ്റി എനിക്ക് ഇല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കില്ല. രണ്ടാമത്തത് കൺസൈസ്നെസ്, സേ വാട്ട് യു മീൻ ഇൻ ആസ് എ ഫ്യൂ വേർഡ്സ് ആസ് നെസസറി, അതായത് വലിച്ചു നീട്ടി ചവിട്ടി വലിച്ചു കൊണ്ടുപോകരുത്. പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, അതല്ലാണ്ട് പറയാണ് കൺസൈസ് ആക്കാൻ മാക്സിമം കൺസൈസ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. കറക്റ്റ് ഫോർമൽ വേയിലൊക്കെ പ്രിസൈസ് ആയിട്ടുള്ള വേർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം കമാൻഡിങ് ഇത് കിട്ടും. അത് നമുക്ക് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. ഇത് ഞാൻ ബേസിക്കലി ഇതൊരു റീസെന്റ് ആയിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. സോ എനിക്ക് ഇവിടെ ഒരു മാം ഉണ്ട്. മാം സംസാരിക്കാന്ന് വെച്ചാൽ വളരെ എന്താ പറയാ പതുക്കെ, വളരെ
കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ബട്ട് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒന്നും ഓപ്പോസിറ്റ് ചെയ്യാൻ ഒരു ഭയങ്കര കമാൻഡിങ് പവർ ആണ് അവരുടെ വേർഡ്. ലൈക്ക് കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, വല്ലാണ്ട് ഒന്നും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ടോണിലൊന്നും സംസാരിക്കില്ല. ബട്ട് ആ കൺസൈസ്നെസ് ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. സോ അതുപോലെ ആയിരിക്കണം നമ്മുടെ വേർഡ് വരിക. കൺസൈസ്നെസ്, സേ വാട്ട് യു മീൻ ഇൻ എ ഫ്യൂ വേർഡ്സ് ആസ് നെസസറി. ആൻഡ് മൂന്നാമത്തത് കറക്റ്റ്നെസ്, അതായത് യൂസ് കറക്റ്റ് ഗ്രാമർ, ഫാക്ട്സ്, ടെർമിനോളജി. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒന്ന് പാളിപ്പോയി, മീനിങ് മാറിപ്പോയി കഴിഞ്ഞാല്, അതുപോലെ തന്നെ എന്താ ഗ്രാമർ തെറ്റിക്കഴിഞ്ഞാൽ, ഈസിന്റെ അടുത്ത് വാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അർത്ഥം മാറും. സോ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക, കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്യുക. അതായത് പകുതി മുറിവേദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്നില്ല, അതുപോലെ പകുതി ഇൻഫർമേഷൻസും ബാഡ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക. കോൺക്രീറ്റ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതായത് നമ്മുടെ മെസ്സേജിനെ എന്താ പറയാ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒതന്റിസിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് ഞാൻ പറയുന്ന ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് എക്സ്ട്രാ വാലിഡേഷൻ കൊടുക്കുകയാണ്. അതാണ് ആ ഒരു യു സ്പെസിഫിക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് എന്റെ ആ ഒരു ഇൻഫർമേഷനെ എന്താ പറയാ ബാക്ക് ചെയ്യാനുള്ള അനദർ ഫാക്ട്സ് ഒക്കെ അതിനടുത്ത് ഉൾപ്പെടുത്തുക. കേർട്ടസി എന്ന് പറയുന്നത് ബി റെസ്പെക്ട്ഫുൾ ആൻഡ് പൊളൈറ്റ്. ഏതൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്ന ലിസണറുടെ അല്ലെങ്കിൽ റിസീവറെ റെസ്പെക്ട്ഫുള്ളി പൊളൈറ്റ് ആയിട്ട് പറയുമ്പോൾ അതായിരിക്കും എഫക്റ്റീവ്. ഒരിക്കലും നമ്മൾ ഒരാളടുത്ത് ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻപൊളൈറ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എഫക്റ്റീവ് ആവില്ല. പേടിപ്പിച്ച് കാര്യം നടക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ലെസ് പ്രോബബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ കൺസിഡറേഷൻ, ടൈലർ മെസ്സേജ് ടു ദ ഓഡിയൻസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നീഡ്സ്. ഇതിപ്പോ നിങ്ങളിപ്പോ ഫ്യൂച്ചറിൽ ടീച്ചറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് കൺസിഡർ ചെയ്യുക. എങ്ങനെയാണ്, അവർക്ക് എന്താണ് വേണ്ടത്. നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ അല്ല അഡൽട്ടിന് ക്ലാസ് എടുക്കുക. കുട്ടികളോട് അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വേണ്ട ടെക്നിക്സ് വേണം. അപ്പോൾ ഓഡിയൻസിനനുസരിച്ചിട്ട് അവരുടെ നീഡിനനുസരിച്ചിട്ട് അവരെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മെസ്സേജിനെ ചെയ്യാം, എന്താ പറയാ ടൈലർ ചെയ്യാം. എന്താ പറയാ വൺ സൈസ് ഫോർ ഓൾ ഫിറ്റ് ആ ഒരു അപ്രോച്ച് എടുക്കാണ്ട് എന്താ പറയാ ടൈലറിങ് ആവശ്യത്തിനനുസരിച്ച് മാറ്റണം. സോ ഈ ഒരു 7 C's എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ C's ഏതൊക്കെയാണ് പഠിച്ചു വെക്കുക. ഇതിൽ എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഓക്കെയാണ്. ക്ലാരിറ്റി, കൺസൈസ്നെസ്, കറക്റ്റ്നെസ്, കംപ്ലീറ്റ്നെസ് എന്നൊക്കെ. എനിക്ക് അങ്ങനെ കോഡ് ഉണ്ടാക്കുന്നതിൽ ഞാൻ വളരെ ബാഡാണ്. ഉണ്ടാക്കിയ കോഡ് എന്താണെന്ന് ഞാൻ മറന്നുപോകും. സോ അതിൽ അത്ര ഒരു ഇതില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഷെയർ ചെയ്യുക. ആ ഒരു 7 C's ലൈക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തേക്ക് ഇനി ഒരു നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്നുള്ളതാണ്. അത് വലിയൊരു ടോപ്പിക്കാണ്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുണ്ട്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ആ ഒരു ഇന്ററാക്ഷനിൽ പോവാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. എന്നാൽ നമുക്കൊന്ന് ഇതിനെ കൺക്ലൂഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇനി സ്ലൈഡ് എടുക്കണമെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് പാടുപെടും. സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ 3 ടൈപ്പ് പഠിച്ചു. ബേസ്ഡ് ഓൺ ചാനൽ പഠിച്ചു, ബേസ്ഡ് ഓൺ ടൈപ്പ് പഠിച്ചു, അതുപോലെ തന്നെ അപ്വേർഡ്, ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ, ആ 3 കാര്യങ്ങൾ. നോൺ വെർബലിന്റെ അണ്ടറിൽ 2, റിട്ടേൺ ആൻഡ് ഓറൽ. അതുപോലെ തന്നെ നോൺ വെർബലിന്റെ അണ്ടറിൽ ആ ഒരു 10 ഹാപ്റ്റിക്സ്, കൈനസിസ്, ഒക്കുലസിസ്, ക്രോമാറ്റിക്സ്, ക്രോണോമിക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 10. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സ്ലൈഡിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ എങ്കിലും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു പിക്ചോറിയൽ മെമ്മറി എങ്കിലും ഉണ്ടാക്കിയാൽ മതി. ഇപ്പോ ഹാപ്റ്റിക്സ്, HAPTS, ആ ഒരു PTIS ഓർ സംതിങ്, ആ ഒരു എന്താ പറയാ സോറി
ലെറ്റേഴ്സ് വരുന്ന വേറൊരു വേർഡ് ഇല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ആ വേർഡ് ഓർമ്മയില്ലെങ്കിലും ജസ്റ്റ് അതൊന്ന് നമ്മൾ പിക്ചോറിയൽ മെമ്മറി കുറെ പേർക്ക് ഉണ്ടാവും. നമ്മൾ പറയില്ല ചില ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ എക്സാക്ട് ആൻസർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി എക്സാക്ട് ആൻസർ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. എവിടെയെങ്കിലും നമ്മുടെ ബ്രെയിനിന്റെ എവിടെയെങ്കിലും അണ്ടർലൈനിൽ ഏതെങ്കിലും ഒരു കണക്ടിങ് എലമെന്റ് ഉണ്ടായാൽ മതി. സോ എക്സാമിന് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ടേബിൾ എങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. ജസ്റ്റ് ഈ പറയുന്ന ഇപ്പൊ ഓരോ ടീച്ചേഴ്സും തരുന്ന PPT വെറുതെ അങ്ങ് സ്ക്രോൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വേറെ എന്തൊക്കെയെങ്കിലുമൊക്കെ ലൈക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും. സോ അത് നോക്കുക. രണ്ടാമത് നമ്മൾ എടുത്തത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമലിന്റെ അണ്ടറിൽ 5 ടൈപ്പ് ഉണ്ട്. ആ 5 ടൈപ്പ് പഠിച്ചു വെക്കുക. അതെന്താണെന്ന് ഇപ്പൊ എനിക്ക് ബൈഹാർട്ട് പറയാൻ മറന്നുപോയി. അതുപോലെ തന്നെ ഇൻഫോർമലിന്റെ അണ്ടറിലും 5 ഉണ്ട്. ക്ലസ്റ്റർ, ഗോസിപ്പ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ്. അതെന്താന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്താണ് വേർട്ടിക്കൽ, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ, ഡയഗണൽ, ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ വേർഡ് സെമാൻറ്റിക് എന്നുള്ളതാണ്. അതെന്താണെന്ന് മനസ്സിലാക്കുക. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ജനറൽ ഇതിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ലിസണേഴ്സ്, ടൈപ്പ് ഓഫ് ലിസണേഴ്സ് എന്തൊക്കെയാന്നുള്ളത്, പിന്നെ മെഹ്റാബിയൻ റൂള്, അതുപോലെ തന്നെ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ എടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് നാളെയാന്ന് തോന്നുന്നു നെക്സ്റ്റ് സെഷൻ ഉള്ളത്. അതിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എടുക്കാം. കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ഇയേഴ്സിലെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഞാൻ PPT ഷെയർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് എക്സ്പ്ലനേഷൻ വേണ്ടി വരും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഈ പറയുന്ന പോലെ വേർഡ് മീനിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നാളെ എല്ലാവരും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വേറൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ദെൻ.